അമ്മ അങ്ങനെ ഒരു ഡോക്ടറും കൂടി ആകുമ്പോൾ നിങ്ങൾ മക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിരുന്നാണോ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അവരങ്ങ് പഠിക്കും എന്നായിരുന്നു? അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും? ചോദിക്കണ്ട, ഞാനൊരു ഗുണ്ടു പണിയായിരുന്നു, ഉത്തര ഉണ്ടായിരുന്നു തടി. ഞാൻ 3rd സ്റ്റാൻഡേർഡ് അവസാനം അമ്മ പറഞ്ഞു തരണം നമുക്കൊരു പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നാണ്. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എനിക്ക് പീരിയഡ്സ് ആവുന്നത്. 9 വയസ്സേ ഉള്ളൂ എനിക്ക്. ഞാൻ 3rd സ്റ്റാൻഡേർഡ് പഠിക്കുവാണ്. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ പീരിയഡ്സ് ആവുന്നത്? 9 വയസ്സ്. എനിക്ക് 9 വയസ്സ് 4th ജോയിൻ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. 9 വയസ്സ്, 6, 7, 8, 9 4th ക്ലാസ് 4th സ്റ്റാൻഡേർഡ് തുടങ്ങി. ഓക്കെ. അപ്പം അമ്മയ്ക്ക് പറഞ്ഞു തരണം എന്നൊരു പക്ഷെ ഉണ്ടായിരുന്നു കാണും. എനിക്ക് ഇത് അറിഞ്ഞേ കൂടെ. ഞാൻ കരഞ്ഞു ഇത് എന്തുവാണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ, അമ്മയുടെ ഉടനെ അമ്മ നോക്കൂ, ഇത് ഓവറിയാണ്, ഇത് 9 വയസ്സുള്ള കുട്ടിയുടെ ഞാൻ കരയും. നമുക്ക് അങ്ങനെയില്ല, ഇത് പേടിക്കാനൊന്നുമില്ല, ഇത് ഇങ്ങനെയാണ്, ഇത് ഫെലോപ്പിയൻ ട്യൂബ്. ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് അമ്മ വരച്ചത്. ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇത് വരുന്നത്, അത് മാസത്തിൽ ഇങ്ങനെ ഇത്ര ദിവസം വരും, നീ പേടിക്കാനൊന്നുമില്ല. ഞാൻ എനിക്ക് അമ്മ ഇത്ര കരയാനൊന്നുമില്ല, ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, സർവോദയെന്ന് അമ്മ പിറ്റേ ദിവസം ഇങ്ങനെ 10 ദിവസം വീട്ടിൽ വിടാതിരിക്കുക, അങ്ങനെ പിറ്റേ ദിവസം എന്നെ സ്കൂളിൽ വിട്ടു. ഞാൻ സർവോദയെന്ന്, അന്ന് മിക്സഡ് സ്കൂളാണ്, എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ സ്കേർട്ട് മുഴുവൻ ബ്ലഡായിട്ട്, എനിക്കൊരു അലൂമിനിയം പെട്ടിയുണ്ട്, ഞാൻ അതിങ്ങനെ പുറകെ പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു നടന്ന് വരുക. അപ്പോൾ അമ്മ വെളിയിൽ ഇറങ്ങി നിൽക്കുന്ന ഗേറ്റിന് ഞാൻ വരുന്ന സമയമായപ്പോൾ, മോളെ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാരമില്ല മോളെ. അപ്പം എനിക്കത് വെക്കാൻ അറിയത്തില്ല, പാഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയിട്ട് ഫുള്ള് ബ്ലഡായി. അപ്പം പറഞ്ഞു, പക്ഷെ നീ നാളെയും സ്കൂളിൽ പോകണം, അങ്ങനെ തോക്കൊന്നും വേണ്ട, ഇതൊരു സാധാരണ കാര്യം. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയി, നേരെ വെച്ചിട്ട് പോയി. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാമോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പീരിയഡ്സ് ആയപ്പോഴേ അവളുമാരൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ഇതൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വിട്ട കേസാണ് അങ്ങനെ. പക്ഷേ ഭയങ്കര എല്ലാ കാര്യത്തിലും വളരെ നേരത്തെ മെച്ചുവറായി പോയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ വായി നോക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വായി നോക്കണമെന്ന് എനിക്ക് തോന്നിയ കാലത്ത് ആർക്കും വായി നോക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും വായി നോക്കുന്ന സമയമാകുമ്പോ ഞാൻ അവർക്ക് ഉപദേശമാണ്, കൊച്ചെ ഇങ്ങനെയല്ല, അവൻ ഇപ്പൊ വളയ്ക്കാതെ നോക്കുവാണെങ്കിൽ ഇത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു റൊമാൻറ്റിക് പീരീഡ് വന്നില്ല. ഭയങ്കര ബോറായിപ്പോയി എന്റെ ജീവിതം. ഫ്രണ്ട്സിന്റെ കൂടെ ആ കാര്യത്തിൽ ജെല്ലാവാൻ പറ്റിയില്ല എനിക്ക്. എന്ന് വെച്ചാൽ ആ എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് വരുവേ ഇല്ലായിരുന്നു. അതിനൊക്കെ നേരത്തെ എനിക്ക് കഴിഞ്ഞു. ഇവര് 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഞാൻ മറ്റേ വേറെ ഹലോ എന്ന് പറയുന്ന ലെവലിൽ. ഇപ്പം ചേച്ചിന്റെ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യം, ഒരുപാട് ഭാഗ്യങ്ങളുടെ നടുക്ക് നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചുള്ള ഒരാളാണ്. ചേച്ചി തന്നെ പറയാറുണ്ട്, കോളേജിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു 500-ന് 2 കെട്ടോ അല്ലെങ്കിൽ നോട്ടുകൾ എപ്പോഴും കവറിൽ ഉണ്ടാവും. ആ നോട്ടുകൾ 1000 രൂപ എല്ലാ ദിവസവും. അതായത് ആ വർഷം 500 ഇല്ല, ആ സമയത്ത് 500 ഇല്ല, നോട്ടായില്ല. 1000 ആണോ അത്? അല്ല, 100 വെച്ചിട്ട് 1000 രൂപ. വർഷം ഏതാണ്? 88 to 90. ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത സമയം. ഇവൻ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു 100 രൂപ പോലും തരില്ലായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെയുള്ളൊരു സമയത്താണ് ചേച്ചി പറയുന്ന കഥ കേൾക്കുന്നത്. നമ്മളൊരു ഒരു കവറിൽ, പ്ലാസ്റ്റിക് കവറിന്റെ പ്ലാസ്റ്റിക് ഒരു മറ്റേ എൻവലപ്പിനകത്ത് അമ്മയുടെ ഡ്രോയ്ക്കകത്ത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ എടുക്കാം. അത് ഞാൻ ഇപ്പം 1000 രൂപയുടെ കാണും, ഞാൻ അതിൽ 100 രൂപ എടുത്താലും അത് 1000 ആവും പിറ്റേ ദിവസം. ഞാൻ 300 രൂപ എടുത്താലും അക്ഷയപാത്രമായിരുന്നു. പക്ഷേ ഡിഗ്രി ആയപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് പോയതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സതീശൻ്റെ 3000 രൂപ വെച്ചിട്ട് ഞങ്ങൾ ഒരു മാസം കഴിയുമായിരുന്നു. അത് ബുദ്ധിമുട്ടായിരുന്നോ? ഡ്രാഫ്റ്റ് എന്താ ഭയങ്കര. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പിള്ളേർക്കെല്ലാം സാരി വാങ്ങിച്ചു കൊടുക്കുക, സാരിക്കനുസരിച്ച് വളക്കനുസരിച്ച് സാരി വാങ്ങിക്കുക, ഒരു ഓട്ടോറിക്ഷയെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ എന്തെല്ലാം അട്ടഹാസങ്ങൾ. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച് 3000 രൂപ സതീശന് കിട്ടുക. അതിൽ സതീശൻ്റെ വീട്ടിലും കൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് വാടക കൊടുക്കണം, ഭക്ഷണം ഒരു മാസം കഴിക്കണം. കല്യാണത്തിന് ശേഷം വീട്ടിൽ നിന്ന് അങ്ങനെ ചേച്ചി അങ്ങനെ കിട്ടിയ കൊച്ചേ വീട്ടുകാർക്ക് സമ്മതമായിരുന്നില്ല. പക്ഷെ കല്യാണത്തിന് അന്ന് വെച്ച് പൈസ വെക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സൗഹൃദം. അങ്ങനെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കല്യാണം കഴിച്ചിട്ട് അയ്യേ അതല്ല അത് നമ്മൾ നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. പക്ഷേ എനിക്കത് ഒരിക്കലും ഒരു കുറവായിട്ട് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ വേറെ ഒരു തരത്തിലൊരു സിബ്ലിംഗ് റൈവൽറി എന്നൊക്കെ രക്ഷപ്പെട്ട് വന്നവരും ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒരിക്കലും ചേർത്തില്ല. എപ്പോഴും
അമ്മയുടെ ഒരേ ഒരു മകൾ ചേച്ചിയാണ്. ഇപ്പൊ അമ്മയുടെ തന്നെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് കേരളമുദിയിൽ വലിയൊരു ആർട്ടിക്കിൾ വന്നു. അതിനകത്ത് എന്റെ പേരേ ഇല്ല ചേച്ചി എഴുതിയ ആർട്ടിക്കിളിൽ. ഇനി നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ ടീമിനെ വിളിക്കണ്ടേ? പിന്നെ അവരെ വിളിച്ചിട്ട് ബാക്കി ചോദ്യങ്ങൾ അവരും കൂടി ഉത്തരങ്ങളാണ് നമുക്ക് ഇനി വേണ്ടത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. അതായത് മാരച്ചേച്ചിയിൽ നിന്നാണ് ഇതിന്റെ ഒരു ഐഡിയയിലോട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിളിക്കാൻ പോവാണ് നമ്മുടെ ഫ്രഷീസിനെ, അഥവാ നമ്മുടെ മരമുട്ടിൽ ടീമിനെ. ടീം മരമുട്ടിൽ, ഹലോ. എനിക്കറിയാം, എനിക്ക് അത് എല്ലാവരുടെ പേരും എനിക്കറിയാം. ഭയങ്കര എന്താ പറയാ, വല്ലാത്തൊരു ഫീലാണ് ചേച്ചി. കാരണം പാറു ചേച്ചി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെല്ലാവരുടെയും പേര് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ കഥകൾ അറിയാം. ഇപ്പൊ കൂടി ഞങ്ങൾ ഇരുന്ന് കാത്തൂന്റെയും മറ്റേ വൃന്ദയുടെയും വീണയുടെയും എന്നൊക്കെ പറഞ്ഞ കുറെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഇന്റർവ്യൂലാണെങ്കിലും നിങ്ങളുടെ കഥകൾക്കായിരുന്നു കുറച്ചുകൂടി സ്വീകാര്യത കൂടുതൽ. അതെ അതെ, അങ്ങനെ കുറെ കഥകളുണ്ട്. അപ്പൊ ആ കഥാപാത്രങ്ങളെ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കിങ്ങനെ എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കിങ്ങനെ ചേച്ചി പറയാൻ കിട്ടുന്നില്ല എനിക്ക് എന്താ പറയണ്ടെന്നുള്ള കാര്യം. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിങ്ങളുടെ എത്രയോ വർഷങ്ങൾ, കുറേ കാലമായിട്ടുള്ള നിങ്ങളുടെ കഥകളൊക്കെ വീണ്ടും പറഞ്ഞ് നമ്മൾ തകർക്കാൻ പോവാണ്.